ൊക്കെ നമ്മളെ സമ്മേളനങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രിയപ്പെട്ട അതിഥിയാണ് അഫാൻ. അഫാനെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഓക്കെ, ഇതാണ് അഫാൻ. നമ്മൾ ഇന്ന് ഈ ഒരു സമയം, നമ്മൾ ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് സമയം അഫാനായിരിക്കും നിങ്ങളുമായിട്ട് സംവദിക്കുക. അഫാൻ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല സുഖമായിട്ട് പോകുന്നു, ഉഷാറായി പോകുന്നു. ഓക്കെ, അപ്പം ഹൈസക് ആണ്, MSM മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ ഹൈസക്. എന്താണ് ഈ ഒരു ഓഡിയൻസിനെ കാണുന്ന സമയത്ത് എന്താ പറയാനുള്ളത്? നല്ല ഓഡിയൻസ് ഉണ്ട്. ഇത്രയും ആൾക്കാർ ഈ ഒരു എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാർ കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അഫാനെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ? ആ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ ജസ്റ്റ് അഫാനോട് ഒരു രഹസ്യം ചോദിക്കാം. എത്ര അഫാനെ വയസ്സ്? 16 വയസ്സ്. ഓക്കെ, 16 വയസ്സുള്ള ഒരാള് നിങ്ങളുടെ മുമ്പിൽ വന്നു കണ്ട് വളരെയധികം മെച്ചുവേർഡായിട്ട് നിങ്ങളോട് സംസാരിക്കുകയാണ്. എന്തിനെ കുറിച്ച് അറിയോ? എന്തിനെ കുറിച്ചായിരിക്കും ഓഡിയൻസിന് പറയാൻ കഴിയുമോ? ബിസിനസ്. പക്ഷേ കംപ്ലീറ്റ് ബിസിനസ് അല്ല. ഏതായാലും അഫാൻ പറയും. അഫാൻ, ആരായിരുന്നു അതിനെ കുറിച്ച് ഒന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഞാനിപ്പം 16 വയസ്സാണ്. ഇപ്പോൾ ഞാൻ 2-3 ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട്, കൂടെ 2-3 ഇന്നോവേറ്റീവ് പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് തെരുവുനായകളെ അകറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ്. അതാണ് ഇപ്പോൾ കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റ്. ഞാനിപ്പം ഓപ്പൺ ആയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നോർമൽ സ്കൂളിൽ പോകുന്നില്ല. അപ്പം എന്ന് വെച്ചാൽ ബേസിക്കലി +1 +2 വേറൊരു രീതിയിൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, ആൾക്കാർ നോർമൽ രീതിയിലല്ലാതെ. അതാണ് കറൻ്റ്ലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം റെഗുലർ സ്റ്റഡി അല്ല എന്നാ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെയുള്ള ഒരുപാട് പേരും റെഗുലർ സ്റ്റഡി ആയിരിക്കും. പക്ഷേ ഈ റെഗുലർ സ്റ്റഡിയിൽ നിന്ന് ഓപ്പൺ സ്റ്റഡി എങ്ങനെയാണ് വ്യത്യസ്തമായിട്ടുള്ളത്? ഓപ്പൺ സ്റ്റഡി ഞാൻ എന്തുകൊണ്ട് ഓപ്പൺ സ്റ്റഡി എടുത്തു എന്നുള്ളൊരു ക്വസ്റ്റ്യനിൽ ഇപ്പം ഞാനിപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിലെന്ന് വെച്ചാൽ ഞാനിപ്പോൾ 8, 9, 10 ക്ലാസ്സുകളിൽ സ്കൂളിൽ ഇപ്പം അധിക സമയം സ്കൂളിൻ്റെ ക്ലാസ്സിന് പുറത്തായിരുന്നു. സ്റ്റാഫ് റൂമുകളിൽ അല്ലെങ്കിൽ പ്രിൻസിപ്പലിൻ്റെ റൂമിൽ എന്ന് വെച്ചാൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ല, എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതാക്കാൻ, അല്ലെങ്കിൽ കലോത്സവത്തിൻ്റെ അല്ലെങ്കിൽ സ്കൂൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, അങ്ങനെയൊക്കെ ആയിട്ട് പല സമയത്ത് കോമ്പറ്റീഷനുകളിലായിട്ട് സ്കൂളിൻ്റെ പുറത്തായിരുന്നു. അപ്പം ഈ +1 +2 ഈ ഒരു ടൈമിലും എനിക്ക് ഒരുപാട് ഇങ്ങനത്തെ പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. അപ്പം അതിന് പകരം സ്കൂൾ എന്നുള്ളൊരു സാധനം സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഓപ്പൺ സ്കൂൾ എടുത്തത്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഉണ്ട്, എനിക്ക് എന്ന് വെച്ചാൽ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. എനിക്ക് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നും പാരൻസിൻ്റെ ഭാഗത്തൊക്കെ നല്ല സപ്പോർട്ട് ഇതായിട്ടുണ്ടായിരുന്നു. ഫാമിലി സപ്പോർട്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൂർണ്ണ ഒരു ക്രെഡിറ്റും പാരൻസിനെ പോകുന്നത്. കാരണം ഞാനിപ്പോൾ ഇവിടേക്ക് വന്ന ഒറ്റയ്ക്ക, അത് വിട്ട പോലും അവരാണ്. ഓക്കെ, ഇപ്പം ഞാൻ ചോദിക്കാം, ഇപ്പം അഫാൻ പറഞ്ഞു ഒരു നല്ലൊരു ഇന്നോവേഷൻ കൊണ്ടുവന്നു എന്നുള്ളത്. അതിനെക്കുറിച്ചൊന്ന് കൃത്യമായിട്ടൊന്ന് വിശദീകരിക്കും. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ തെരുവുനായകളെ പിന്നെ അറ്റാക്ക് നേരിട്ട് ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഇല്ല. ഓക്കെ, നമ്മൾ പലപ്പോഴും കേൾക്കുന്നൊരു ന്യൂസാണ്, തെരുവുനായ അറ്റാക്ക് ചെയ്തു, ഇങ്ങനെ പ്രശ്നമുണ്ട്, കുട്ടി ഓടി തലനാരിയേക്ക് രക്ഷപ്പെട്ടു. പക്ഷേ ഇതിന് ഇതുവരെ ഒരു സൊല്യൂഷൻ ഇല്ല. ആകെയുള്ളൊരു സൊല്യൂഷൻ ഓടുക എന്നുള്ളൊരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് പിന്നെ നായകൾക്ക് അനോയിങ് ആയിട്ടുള്ളൊരു സാധനമുണ്ട്. സൗണ്ട് അവർ ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പം ഈ നമ്മളിപ്പം മൈക്ക് സ്പീക്കറിനടുത്തേക്ക് വെച്ചാൽ ഒരു പി എന്നുള്ള സൗണ്ട് ഉണ്ടാവില്ലേ, ആ ഒരു സൗണ്ട് നായകൾക്ക് ഉണ്ടാക്കാം. പക്ഷെ നമുക്ക് കേൾക്കാത്തൊരു റേഞ്ച് ഓഫ് ഇത് വെച്ചിട്ട്, അൾട്രാസോണിക് സൗണ്ട് വെച്ചിട്ട്. അപ്പോൾ ബേസിക്കലി ആ ഒരു സാധനം വെച്ചിട്ട് നായകൾ ഓടിപ്പിക്കുക എന്നുള്ളതാണ് ബേസിക് സയൻസ്. പക്ഷെ അതിൽ കുറേ ചലഞ്ചസ് ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ തെരുവ് നായകൾ എന്താ വെച്ചാൽ പെട്ടെന്ന് അഡാപ്റ്റ് ആവും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സൗണ്ട് ഒരു ആഴ്ചയൊക്കെ കേൾപ്പിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അതിന് സെറ്റാവും. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിതിലും വലുത് കണ്ടതാന്നുള്ളൊരു ഭാവത്തിൽ ചില നായകൾ ഇതിന് റെസ്പോണ്ട് ചെയ്യില്ല. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കറൻ്റ്ലി. അപ്പോൾ അത് സോൾവ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഈ റേഡിയോ ആക്റ്റീവിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പം ആ ഒരു നിഗമനം ഇങ്ങനെ ആയിരിക്കും എന്നുള്ളതിലേക്ക് എത്താനുള്ളൊരു കാരണം അതാണ്. ഇപ്പം നമ്മൾ ആ ഒരു പ്രശ്നം, ഒരു പ്രോബ്ലം ഉണ്ടായി, ആ ഒരു പ്രോബ്ലത്തെ എങ്ങനെയാണ് കണ്ടെത്തിയത്? എനിക്ക് തോന്നുന്നു ഒരു 9ാം ക്ലാസ്സിൽ 8ൻ്റെ ലാസ്റ്റിലുള്ള സമയത്തായിരുന്നു വീട്ടിലെ ഒരു പുതിയ ഷൂസ് വാങ്ങി. പിറ്റേ ദിവസം നോക്കുമ്പോൾ കാണില്ല, നായ കടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് റിപ്പീറ്റ് ആയിട്ട് നടക്കാൻ തുടങ്ങി. ഓരോ പുതിയ ചെരുപ്പും ഷൂസും വാങ്ങുമ്പോൾ നായ കടിച്ച് എവിടെയെങ്കിലും ഇടും, അതിനൊരു സൊല്യൂഷൻ കാണുന്നില്ല. അപ്പോൾ അതൊരു പ്രശ്നമായി മാറി. അപ്പോൾ അതിന് പല സാധനങ്ങൾ ഇട്ട് നോക്കി, പിന്നെ വേറെ കുറേ കാര്യം ചെയ്ത് നോക്കി, ഒന്നും വർക്കായില്ല. പിന്നെ സ്കൂൾ അപ്പോൾ YAP അല്ലെ ശാസ്ത്രമേളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ ഇതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ക്യൂരിയസ് ആയി, എന്തുകൊണ്ടാണ് നായകൾ ഇങ്ങനെ കടിക്കാൻ വരുന്നത്, പിന്നെ നായകൾക്ക് എന്താണ് അനോയിങ് ആയിട്ടുള്ളത്,
എന്താണ് നായകൾ ഏറ്റവും പവർഫുൾ ആയിട്ട് ഉള്ളത്. അപ്പോൾ ഹിയറിംഗ് എന്ന് മനസ്സിലായി. പിന്നെ ഹിയറിങ്ങിനെ പറ്റി നോക്കുമ്പോൾ അൾട്രാസോണിക്, ഗാൾട്ടൻ വിസിൽ, അപ്പോൾ ഇതൊക്കെ ഓൾറെഡി ഉള്ള സാധനങ്ങളാണ്. അപ്പോൾ ഒരു ഗൂഗിളിൽ ഇത്ര സമയം സ്പെൻഡ് ചെയ്ത സമയത്ത് ഒരുപാട് ഇതിൻ്റെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റി. അപ്പം അങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത് ഈ സൗണ്ടിൽ. ഞാൻ അഫാനായിട്ട് കുറച്ച് നേരത്തെ അങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് പ്രോബ്ലംസിനെ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞു. എന്താണ് അതിന് ഒന്ന് പറഞ്ഞു കൊടുക്കുക, എന്താണ് പ്രോബ്ലംസിന് പ്രശ്നങ്ങൾ കാണുമ്പോൾ സമയത്ത് അതൊരു കൗതുക, എന്തുകൊണ്ടാണ് ഒരു പ്രശ്നം ഉണ്ടാവുന്നത് എന്നുള്ളത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ലൈറ്റ് അല്ലെങ്കിൽ ഈ മൈക്രോഫോണ് നിങ്ങൾക്ക് ഈ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അത് ആരോ ഒരാൾ അനുഭവിച്ചൊരു പ്രശ്നമാണ്. അതിന് അയാൾ ആലോചിച്ചു വൈ നോട്ട്, അല്ലെ വാട്ട് ഇഫ് ഐ മേക്ക് ദിസ്. അങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പം ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ സൗണ്ട് കേൾക്കുന്നതും ഈ ലൈറ്റ് ഉള്ളതും ക്യാമറ ഉള്ളതും എല്ലാ സാധനങ്ങളും ഉള്ളത്. അപ്പം അങ്ങനെ കാണുമ്പോൾ ആ ഒരു കൗതുക എന്തുകൊണ്ടായിരിക്കും. ഇനിയിപ്പം അത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കോസ് കിട്ടും. അതിന് പിന്നെ എന്തുകൊണ്ടാണെന്ന് ചോദിക്കുക. അങ്ങനെ 2-3 എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കോസ് കിട്ടും. അത് ആക്ച്വലി വാല്യുബിൾ ആയിട്ടുള്ളൊരു ഇന്നോവേഷൻ. അപ്പം ഇപ്പോഴത്തെ ഈ ഒരു യങ്ങർ ജനറേഷൻ എൻ്റെ മുമ്പിൽ ഒരു വലിയൊരു കൂട്ടം ആളുകളുണ്ട്. അപ്പം അവരോട് ഈ ഒരു പ്രോബ്ലത്തിന് ഇഷ്ടപ്പെടണം എന്ന് പറയാൻ എങ്ങനെയാണ് അതിനെ ഒന്ന് കൺവേ ചെയ്യുക? എന്നുവെച്ചാൽ നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് അനുഭവിക്കുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ സൊല്യൂഷൻസ് കാണുന്നുണ്ട്. ഹ്യൂമൻസ് ബേസിക്കലി പ്രോബ്ലം സോൾവേഴ്സ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് മുമ്പിലൊരു വണ്ടി നിർത്തി, അപ്പോൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യണം, അതൊരു പ്രോബ്ലമാണ്, സൊല്യൂഷനാണ്. അപ്പം പല ചില പ്രോബ്ലംസ് നമ്മളെ ലൈഫിൽ വരുമ്പോൾ നമ്മളത് മെല്ലെ തട്ടി മാറ്റി കളയും. നമ്മൾ അതിൽ അധികം ചിന്തിക്കില്ല. അപ്പം അതിന് പകരം അതിൻ്റെ മുകളിൽ കുറച്ച് സമയം ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മേ ബി നാളെ നല്ലൊരു ഇന്നോവേഷൻ കൊണ്ടുവരാൻ പറ്റുന്ന പ്രോബ്ലംസ് ഐഡിയാസ് ആയിരിക്കും. ഓക്കെ, തീർച്ചയായിട്ടും അതൊരു നല്ലൊരു അറിവ് തന്നെയായിരുന്നു. ഇപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു സൊസൈറ്റി കണക്ക് കൂട്ടുന്ന ഒരു കാര്യമുണ്ട്. അഥവാ ഇന്നത്തെ കാലം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പം ഈ ഒരു സോഷ്യൽ മീഡിയ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് എങ്ങനെയായിരിക്കണം നമ്മളൊരു സോഷ്യൽ മീഡിയനെ ഹാൻഡിൽ ചെയ്യേണ്ടത്? ഓക്കെ, സോഷ്യൽ മീഡിയ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ തരുന്നുണ്ട്. നമുക്ക് ചില ആൾക്കാർ അതിൽ കുറേ സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ ചില സമയത്ത് പറയും ഞാൻ കാണുന്നൊക്കെ ഇൻഫർമേറ്റീവ് വീഡിയോസാണ്, അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം ഞാൻ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്, ഞാനിപ്പം ഇതിനെ പറ്റി പഠിച്ചതും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട് തന്നെ. എനിക്ക് 4ാം ക്ലാസ്സിൽ ആ സമയത്താണ് തോന്നിക്കുക പൈത്തണിൽ ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് വന്ന്. പിന്നെ AI എൻ്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ 7th ആ സമയത്ത് ചെയ്ത്. എന്ന് വെച്ചാൽ ഞാനപ്പോൾ ചെയ്തൊരു പ്രൊജക്റ്റ് എനിക്ക് തോന്നുന്നു എയറിൽ ഹാൻഡ് വെച്ചിട്ട് സൗണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം, കമ്പ്യൂട്ടർ വിഷയം വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ചെയ്യാൻ അല്ലെങ്കിൽ എനിക്കൊരു കൗതുകം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തു എങ്ങനെ ഇത് ചെയ്യും. ഇപ്പോൾ കുറേ പ്രൊജക്റ്റ് ഉണ്ട്, ഇന്ന ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപാട് ടീച്ചേഴ്സ് അവിടെ ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓപ്പൺ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പോൾ ഒരു സ്പെസിഫിക് ടീച്ചറില്ല എന്നത് പറഞ്ഞ് എന്താക്കാൻ. ഒരു ചാപ്റ്റർ ഉണ്ട്, അതിന് ബുക്ക് ഉണ്ട്, എങ്ങനെ പഠിക്കണം എന്നുള്ള പ്ലാൻ ഉണ്ട്, വീഡിയോസ് ഉണ്ട്. എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പഠിച്ചാൽ അവിടെ 1000 കണക്കിന് ടീച്ചേഴ്സ് ഉണ്ട്. ഇതൊക്കെ സോഷ്യൽ മീഡിയ എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ടൈം നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വേറൊന്ന് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഒരുപാട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. പല ആൾക്കാർക്കും എങ്ങനെ എൻ്റെ പാഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പം അതിൽ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കുക. ഇപ്പോൾ കോഡിങ് അല്ലെ പ്രോഗ്രാമിംഗ്, കമ്പ്യൂട്ടർ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കോഡ് ചെയ്ത് നോക്കുക, എന്തെങ്കിലും ആപ്പ് ഡെവലപ്പ് ചെയ്ത് നോക്കുക. അതല്ലെങ്കിൽ കുക്കിംഗ് ആണെങ്കിൽ കേക്ക് ഉണ്ടാക്കി നോക്കുക, ആർട്ടാണെങ്കിൽ പെയിൻറ്റ് വരച്ച് നോക്കുക. അങ്ങനെ വരച്ചിട്ട് അത് ആ ഒരു പോയിന്റിനെ മാത്രം ഇൻസ്റ്റാഗ്രാമിലോ അവിടെ എവിടെയെങ്കിലും നിങ്ങളെ ഫ്രണ്ട്സ് കളിയാക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ എവിടെയെങ്കിലും ഇത് പോസ്റ്റ് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ്. അപ്പം അഫാൻ്റെ ലൈഫിൽ ഒരു ഡെയിലി റൂട്ടീൻ ഉണ്ടാവുമല്ലോ. അപ്പം എങ്ങനെയാണ് ഈ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ, അതല്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി നിൽക്കുന്നുണ്ടോ, അതേപോലെ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ജീവിത ശൈലി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഞാനിപ്പോൾ മെയിൻലി സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കുറച്ചുകൂടി ട്വിറ്റർ, ഒരുപാട് ന്യൂസ്. നമ്മൾ ഇപ്പോൾ പൊതുവെ ഇവിടെ ഒരു അത്ര അറിയപ്പെടാത്തൊരു സാധനമാണ് ട്വിറ്റർ, പിന്നെ ലിങ്ക്ഡിൻ, അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ ഈ സാധനങ്ങളൊക്കെ പറഞ്ഞ് ആൾക്കാർ കണക്ട് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സംഭവം അതാണ്. പിന്നെ ഞാനൊരു ഡെയിലി റുട്ടീൻ പറയുകയാണെങ്കിൽ ഞാനൊരു 5 o'clock മോർണിംഗിൽ എണീക്കും. ഒരു 2 hours ഡെയിലി പഠിത്തത്തിന് വേണ്ടിയിട്ടാണ്, ഒരു 6 to 8 വരെ. അതിനുശേഷം ഒരു 1 hour ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ. എന്നിട്ടൊരു ബാക്കിയുള്ള 9 to 1 എന്നുള്ളൊരു സമയം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് മൈൻഡ് അധികം പവർ വേണ്ടിയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട സാധനങ്ങൾ ചെയ്യും. ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം എന്തെങ്കിലും എന്തെങ്കിലും മീറ്റിങ്സോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് കിടന്നു. പിന്നെ രാത്രി ഒരു വൈൻഡപ്പ് കിടക്കാൻ നേരത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ പഠിത്തത്തിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യാണ്ടെങ്കിൽ ചെയ്യും. പിന്നെ വേറെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എപ്പോഴും ഇതന്നെ ആയിക്കൊള്ളുന്നില്ല. ചില സമയങ്ങളിൽ ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു വീക്ക് എറണാകുളത്തായിരുന്നു. അവിടെ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അവിടെ എവിടെ പോയതായിരുന്നു. അപ്പം എന്ന് വെച്ചാൽ ഇത് മാറിക്കൊണ്ടിരിക്കും. രാത്രി ചില ദിവസം 2 മണിക്ക് എണീച്ച് നിൽക്കുന്നുണ്ട്. എൻ്റെ ഒരു ബേസിക് ഡിഫറെൻ്റ് ആവാന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല? ഇപ്പം ഞാൻ ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ
വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്. കൂടുതൽ യൂട്യൂബാണ്, യൂട്യൂബിൽ ഇടുന്നുണ്ട്. പിന്നെ എക്സ്, ട്വിറ്റർ. ഈ യൂട്യൂബിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഒരു കൂട്ടത്തിലൊക്കെ ഒരുപാട് ആളുകളുടെ ആഗ്രഹമായിരിക്കും എന്ത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത്. പക്ഷേ പൊതുവെ കണ്ടുവരുന്ന ഇതിൻ്റെയൊക്കെ വാട്സപ്പ് മെസ്സേജുകളായിട്ട് വരും ഈ ലിങ്ക് എന്ത് ചെയ്യുക, കയറിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ നമുക്കിങ്ങനെ തോന്നും, പക്ഷേ ഈ വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സ് അവരെന്ത് ചെയ്തു, വിജയിച്ചു. അവർക്ക് എന്തുണ്ട്, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മളൊന്നും എന്ത് ചെയ്യില്ല, വിജയിക്കണില്ല. എന്താണ് അതിൻ്റെ ഒരു പ്രയാസം, എന്തുകൊണ്ടായിരിക്കാം? പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുന്നതിൽ വളരെ മെച്ചപ്പെട്ടിട്ടുള്ള, എന്ന് വെച്ചാൽ പുതിയ പുതിയ കാര്യങ്ങൾ പെട്ടെന്ന് ചിന്തിക്കുകയും ഇന്നോവേഷൻ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നില്ല. നമ്മളിപ്പം ഒരുപാട് ഇപ്പോൾ എനിക്ക് എന്നെ ബാധിച്ച അല്ലെങ്കിൽ എനിക്ക് ഉണ്ടായ ഒരു ലൈഫ് ലെസൺ അത്. ചെറിയ മുതലേ എനിക്ക് യൂട്യൂബ് ചെയ്യണമെന്നുണ്ട്. പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് റെൻ്റ് എടുക്കാൻ വേണ്ടി ക്യാമറ സെറ്റാക്കി എഡിറ്റിങ് സാധനങ്ങളൊക്കെ സെറ്റായാലും ഞാൻ ഇറക്കുള്ളൂ, പെർഫെക്റ്റ് ആക്കിയിട്ട് ഇറക്കുള്ളൂ. അപ്പോൾ അവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ജസ്റ്റ് എന്താണുള്ളത് പോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ അതിപ്പം ഇൻസ്റ്റാഗ്രാമിലാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു എനിക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ എനിക്കൊരു ബ്ലോഗർ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സാധനങ്ങൾ പറയണം എന്നുള്ള സാധനം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ പ്ലാൻ ചെയ്യാതെ ഏറ്റവും ഫാസ്റ്റായിട്ട് വേസ്റ്റ് ആയിട്ടുള്ള സാധനം ഇടാം, ഫാസ്റ്റസ്റ്റ് ആയിട്ട് വേസ്റ്റ് ആയിട്ടുള്ള സാധനം ഇടാം. ഓക്കെ, ഇനിയിപ്പം യൂട്യൂബ് ചാനലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇപ്പം ഒരാൾക്ക് ഇപ്പം അഫാനെ പോലെ ഇപ്പം 16 വയസ്സായിട്ടുള്ളൂ. സോ ഒരു നല്ലൊരു ഇന്നോവേഷൻ എന്ത് ചെയ്തു, ഒരു സമൂഹത്തിന്, സൊസൈറ്റിയിലേക്ക് കൈമാറി. അങ്ങനെ ഐഡിയാസ് പലതും പല ആളുകളിലും ഉണ്ടാകും. പക്ഷേ ആ ഐഡിയാസിന് എന്ത് ചെയ്യുന്നില്ല, ഒരു പ്രൊഡക്റ്റായിട്ട് മാറാൻ ഒരു ചെറിയൊരു പ്രയാസമുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളോട് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇതിനെ പ്രൊഡക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുക? അതിലും എനിക്കിപ്പോൾ പറഞ്ഞ ഈ സെയിം സാധനം തന്നെയാണ് അവിടെയും പറയാനുള്ളത്. ഇപ്പോൾ ഐഡിയാസ് ഉണ്ടാവും, ഇപ്പോൾ ഫ്രണ്ട്സിനോട് ചോദിക്കും, സെറ്റാണ്, ഓൺലൈനിൽ സെർച്ച് ചെയ്യും, ഇതില്ല, അപ്പോൾ ഇത് പൊളി സാധനമാണ് എന്നുള്ള സാധനം നമ്മളെ മനസ്സിലുണ്ടാവും. പക്ഷേ അടുത്ത സ്റ്റെപ്പ് അതിൻ്റെ ഒരു ചെറിയൊരു സാധനം ഉണ്ടാക്കുക എന്നുള്ളതിൽ നമ്മൾ ഇതായി പോകുന്നത്. അവിടെ വെച്ചാൽ അതിൻ്റെ ബെസ്റ്റ് സാധനം ഉണ്ടാക്കേണ്ട, ഏറ്റവും ചെറുതായിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ട് തെർമാക്കോൾ വെച്ചിട്ടോ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുക. പിന്നെ ചെയ്യേണ്ടത് കണക്ട് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു സാധനത്തിൽ ഇപ്പോൾ ടീച്ചേഴ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരു ഇന്നോവേഷൻ ചെയ്യുന്നത്. അങ്ങനത്തെ ആൾക്കാർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമുക്ക് അഭിപ്രായങ്ങൾ തരും. പിന്നെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇന്നോവേഷനിൽ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ടിങ്കർ ഹബ് ഉണ്ട് എറണാകുളത്തുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവിടുത്തെ ആൾക്കാരൊക്കെ പരിചയപ്പെട്ട് അല്ലെങ്കിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് കിട്ടും. ബേസിക്കലി നമുക്കൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള സാധനം ഉണ്ടെങ്കിലും ഫസ്റ്റ് ചെയ്ത് വെക്കുക, പിന്നെ അതിന് മാറ്റം വരുത്തിക്കൊണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ പൊതുവെ കുട്ടികളൊക്കെ ആവുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിലൊക്കെ നമ്മൾ എന്താണ് നിങ്ങളുടെ ലൈഫിൻ്റെ എയിം എന്ന് ചോദിക്കും. പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് എയിം? പക്ഷെ കുറച്ച് ചെറിയ മക്കളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, നമ്മളെ മുൻഭാഗത്ത് കാണുന്ന ചിലപ്പോൾ ഒരു JCBൻ്റെ ഡ്രൈവർ, അതല്ലെങ്കിൽ പോലീസ്, അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇല്ലാതെയാണ് എയിം എന്ത് ചെയ്യുന്നത് എല്ലാവരും പറയുന്നത്. പക്ഷെ ഇപ്പം അഫാന്റെ എയിം എന്തായിരുന്നു, എങ്ങനെയാണ് ആ ഒരു എയിമിലേക്ക് എത്തിയിട്ടുള്ളത്? എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നത് എനിക്കൊരു സയൻറ്റിസ്റ്റ് ആവണമെന്നായിരുന്നു എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നൊരു ആഗ്രഹം. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാക്കണം, ഒരു സൊസൈറ്റിയിൽ എന്തെങ്കിലും ഒരു നല്ല പ്രോബ്ലം സോൾവ് ചെയ്ത് അതിനെന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാക്കണം എന്നാണ് ഇപ്പോൾ പോകുന്നത്. മേ ബി അത് കുറച്ച് കഴിയുമ്പോൾ അതിലും ഇവോൾവ് ആവാം. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു എയിമിലാണ്. ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഞാനിപ്പോൾ മുമ്പിൽ വെക്കുന്ന ഒരു ഗോളി പോസ്റ്റ് എന്നുള്ളത് പിന്നെ ഒരു ഇപ്പോൾ +1 കഴിഞ്ഞിട്ട് ഫെലോഷിപ്സ് ഉണ്ട് US ഇങ്ങനത്തെ ഇതുമാതിരി സാധനങ്ങൾ. അപ്പം അതിലേതെങ്കിലും കയറണം. ഫെലോഷിപ്പ് കിട്ടുന്നുണ്ടോ? ഇല്ല, ഫെലോഷിപ്പ് ഫെലോഷിപ്പ് നല്ല ഫെലോഷിപ്പുകളുണ്ട്. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു സാധനത്തിലേക്ക് എത്തണം എന്നാണ് ആഫ്റ്റർ 2 years ഒരു കറക്റ്റ് പ്ലാൻ. അപ്പം ഇതിലിപ്പം പറയാനുള്ളത്, നമ്മൾ ഒരു ഗോൾ എപ്പോഴും സെറ്റ് ചെയ്തുകൊണ്ട് വെക്കണം. അതിൽ എന്ന് വെച്ചാൽ അത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫുട്ബോൾ കളിക്കുമ്പോൾ ഗോളി പോസ്റ്റിലാണ് ഫുട്ബോൾ കളിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ആ ഒരു സാധനം നമ്മളെപ്പോഴും ലൈഫിൽ കീപ്പ് ചെയ്ത് പോകണം. വേറെ എന്തെങ്കിലും ഇതിനു മുമ്പ് എന്തൊരു കറക്റ്റായിട്ട് ചോദിച്ചത്? അഥവാ എയിം എന്തുകൊണ്ടാണ് സയന്റിസ്റ്റ്, അഥവാ എന്തായിരുന്നു എയിം എന്നുള്ളതായിരുന്നു ചോദിച്ചത്. ഇപ്പൊ ഇങ്ങനെ വേറൊരു കാര്യം കൂടി ചോദിക്കാം. ഇപ്പം സയന്റിസ്റ്റ് എന്നുള്ളതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചേഞ്ച് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് അതല്ലെങ്കിൽ ഒരു കാര്യം മാറി ചിന്തിക്കണമെന്ന് തോന്നി, അഥവാ അതൊരു എയിം ആയിട്ടാണ് അഫാൻ പറഞ്ഞത്. അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കാര്യം എന്താ? അഥവാ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, ഞാൻ ഇന്ന വിഷയത്തിൽ ഞാൻ സയന്റിസ്റ്റാണ്. എങ്ങനെ സെലക്ട് ചെയ്യണം നമ്മുടെ ഡ്രീംസ്? അതിൽ നമ്മൾ ഒരു പല ആൾക്കാർക്കും എനിക്ക് എന്താ എൻ്റെ ഡ്രീം എന്ന് അറിയില്ല, എൻ്റെ പാഷൻ എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവർ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക, പല കാര്യങ്ങൾ ചെയ്ത് നോക്കുക.
പിന്നെ നേരത്തെ പറഞ്ഞാൽ തന്നെ നിങ്ങളൊരു ഒരു ഭാഗത്തേക്ക് ഇൻട്രസ്റ്റഡ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അത് നിങ്ങൾ സ്വന്തം ക്രിയേറ്റ് ചെയ്ത് വെച്ചാണെങ്കിലും ക്രിയേറ്റ് ചെയ്യുമ്പോൾ അറിയാം, ഓ ഇത് പറ്റുമോ, നടക്കുമോ ഇല്ലേ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ അതിനോട് ഇഷ്ടമുണ്ടോ എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ സയൻറ്റിസ്റ്റ് ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും റിസർച്ച് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ സയൻസ് റിലേറ്റഡ് സാധനങ്ങൾ കൂടുതൽ പഠിച്ച് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എന്തെങ്കിലും ഒരു സാധനം അതിൽ നിന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ മനസ്സിലാവും നടക്കുമോ. അപ്പോൾ അതേപോലെ നമ്മൾ ഈ അടുത്ത് വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ജെമിനൈ ഫോട്ടോസ്. എല്ലാവരും എന്ത് ചെയ്തു, ബനാന. അപ്പം ആ ജെമിനൈ എഫക്റ്റിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരുപാട് ഫോട്ടോസൊക്കെ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ശരിക്കും അതിലുപരിയായിട്ട് ഈ ഒരു ചാറ്റ് GPT, ജെമിനൈ തുടങ്ങിയിട്ടുള്ള കുറേയധികം AI ടൂളുകളുണ്ട്. ആ AI ടൂളുകൾ ശരിക്കും അഫാൻ്റെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ജേണിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ചാറ്റ് GPT ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു ചാറ്റ് GPT. കാരണം നമ്മളൊരു എന്തും ഷെയർ ചെയ്യാം, പ്ലാനുകൾ ഉണ്ടാക്കാം. നമുക്കൊരു ഒരു ഒരു അടുത്തൊരു സുഹൃത്ത്, എല്ലാം മനസ്സിലാക്കുന്ന ഒരു സുഹൃത്തായിട്ട് ചാറ്റ് GPT കാണാറുണ്ട്. അതിൽ ഇപ്പം AI പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് അതിലൊരു ഭയങ്കര പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഇവിടെ AI ചാറ്റ് GPT യൂസ് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? ലൈക്ക് ജസ്റ്റ് ഒട്ടുമിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ AI യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി സൂക്ഷിക്കണം, ചില സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ആക്ച്വലി ഒരു വലിയ പണിയാണ്. അത് MITൻ്റെ ഇപ്പം അടുത്തൊരു സ്റ്റഡി വന്നിരുന്നു. ചാറ്റ് GPT LLMs യൂസ് ചെയ്യുന്ന ആൾക്കാരും യൂസ് ചെയ്യാത്ത ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ അവർ ചിന്തിക്കുന്ന ബ്രെയിൻ പവർ കുറഞ്ഞ ഒരു സംഭവം സ്റ്റഡി. അപ്പം അതിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഒരുപാട് കണക്ഷൻസ് കിട്ടും. അപ്പോൾ ചാറ്റ് GPT പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതിന് മെഷീനായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ കാൽക്കുലേറ്റർ എന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം പക്ഷേ AI ചിന്തിക്കാൻ അല്ലെങ്കിൽ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കാൻ ചാറ്റ് GPT യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ആക്ച്വലി നമ്മൾ ഫസ്റ്റിൽ ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി വീക്കം ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ വൈബ് കോഡിങ് കേട്ടിട്ടുണ്ടോ? വൈബ് കോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ ചാറ്റ് GPT വെച്ചിട്ട് വൈബ് എന്ന് വെച്ചാൽ ജസ്റ്റ് പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഉണ്ടാക്കുക, അത് കോഡ് ചെയ്യുക, എറർ വരുമ്പം അതെടുത്ത് പേസ്റ്റ് ചെയ്യുക. അതാണ് വൈബ് കോഡിങ് എന്നുള്ള സംഭവം. അപ്പോൾ ഈ വൈബ് കോഡിങ് ഒരു സീനിയർ ഡെവലപ്പർ അല്ലെ സീനിയർ എഞ്ചിനീയർ ചെയ്യുന്ന സമയത്ത് അത് ആക്ച്വലി നല്ല പ്രൊഡക്റ്റീവാണ്. പക്ഷേ ഒരു ജൂനിയർ അത് ചെയ്യുന്ന സമയത്ത് അവർക്ക് അറിയില്ല എന്താണ് കോഡ് ചെയ്യുന്നതെന്ന്, ജസ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് പോവാണ്. അപ്പം ഇതുമാതിരി essays ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനത്തെ സാധനങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുക. കൂടുതലും നോളജ് ഗെയിൻ ചെയ്യാൻ നമുക്കൊരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു സംഭവം വേണം, അല്ലെങ്കിൽ കമ്പയർ ചെയ്യണം. അങ്ങനത്തെ സാധനങ്ങൾ LLMs ചാറ്റ് GPT ഒക്കെ യൂസ് ചെയ്യും. ഞാൻ സാന്ദർഭികമായിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ജൂനിയർ അതല്ലെങ്കിൽ ബിഗിനർ എന്നുള്ളൊരു യൂസ് ഉണ്ട്. അഥവാ നമ്മളെന്താ വെച്ചാൽ ഒരു ഏതെങ്കിലും ഒരു ജോബിന് കയറുന്ന സമയത്ത് നമ്മൾ ആദ്യം അവർ നോക്കുക എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ്. അപ്പം ഈ ഒരു മേഖലയിൽ അഥവാ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന മേഖലയിൽ ഒരു ജൂനിയർ അതല്ലെങ്കിൽ ബിഗിനർ അതല്ലെങ്കിൽ സീനിയർ എന്നുള്ള ആ ഒരു വേർതിരിവ് നമുക്ക് കാണാൻ സാധിക്കുമോ? അതിലെന്തെങ്കിലും എന്താണ് അഫാൻ്റെ ഒരു അഭിപ്രായം? എക്സ്പീരിയൻസ് എല്ലാ മേഖലയിലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിലൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് അല്ല ആക്ച്വലി എക്സ്പീരിയൻസ് എന്നുള്ളത്. അപ്പം ഇപ്പോൾ ചില ആൾക്കാർ ചെറിയ പ്രായത്തിലേക്ക് കോഡ് ചെയ്യാനും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും. കാരണം എക്സ്പീരിയൻസ് ആണ് ആക്ച്വൽ ശരിക്കത്തെ ലേണിങ്. അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നത്. അപ്പം ഈ ജൂനിയർ സീനിയർ എന്നുള്ള ഒരു വേർതിരിവ് ഉണ്ടാവും. കാരണം അവർക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും. ചിലപ്പം പ്രായം കുറഞ്ഞ ആൾക്കാരായിരിക്കും ചിലപ്പോൾ സീനിയർ, ഈ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പം അതിൽ ചെയ്യാനുള്ളത് നമ്മൾ മാക്സിമം കാര്യങ്ങൾ ചെയ്യുക, പുതിയ പുതിയ സാധനങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് കൂടിക്കൊണ്ടിരിക്കും. ഏജ് ആക്ച്വലി ഒരു മാറ്റർ അല്ല അവിടെ. ഏജ് മാറ്റർ അല്ല. ഓക്കെ, അവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം എത്രത്തോളം ചെയ്യുന്നുണ്ട്. ഈ ഏജ് മാറ്റർ അല്ല എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ, അത് എപ്പോഴാണ് ഈ അഫാൻ റിയലൈസ് ചെയ്തത്? ഞാൻ പറഞ്ഞു ഈ ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത സമയത്ത് ചെയ്യാൻ കഴിഞ്ഞു, ചെയ്തു നോക്കിയ സമയത്ത് പറ്റി, ബാക്കിയുള്ള ആൾക്കാരെക്കാട്ടിലും കുറച്ച് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റി. അപ്പം ആണ് ഏജ് ആക്ച്വലി ഒരു സംഭവമല്ല, നമുക്ക് എന്തും ചെയ്യാൻ പറ്റും, നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാം എന്നുള്ളൊരു സാധനം നല്ലത്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ അഫാനായിട്ട് ഫ്രീ ആയിട്ട് ഞാനൊരു അവസരം തരികയാണ്. അഥവാ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ഏകദേശം 800-ലധികം 1000-ഓളം കുട്ടികളുണ്ട്. ആ കുട്ടികളോടായിട്ട് അഫാൻ്റെ ഒരു മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം അവരുടെ ലൈഫ്? അതല്ലെങ്കിൽ ഈ ഒരു പ്രായം, ഞാൻ പറഞ്ഞു ഈ 16 വയസ്സാണെന്ന് പറഞ്ഞു. അപ്പോൾ 16 വയസ്സുള്ള ഒരാൾ വന്നിട്ട് ഒരു ഓണ്ടർപ്രണർഷിപ്പിനെ കുറിച്ചും അതേപോലെ അവരുടെ ഇന്നോവേഷനെ കുറിച്ചും പറയുന്ന സമയത്ത് ഈ കുട്ടികളോട് അതല്ലെങ്കിൽ ഈ ഒരു പുതിയൊരു യങ്ങർ ജനറേഷനോട് എന്താണ് അഫാന് പറയാനുള്ളത്? ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾക്കൊരു സൂപ്പർ പവർ ഉണ്ട്. നിങ്ങൾക്ക് എന്താവണം എന്ന് ചെയ്യാൻ പറ്റുന്നൊരു സൂപ്പർ പവർ, അത് പിന്നെ കിട്ടൂല. നിങ്ങൾക്ക് ഇപ്പം മാർസിൽ ആദ്യം കാലുകൂട്ടുന്ന മനുഷ്യനാവണോ, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് ആവണോ, അതല്ലെങ്കിൽ ഒരു ജാനിറ്റർ ആവണോ, എന്ത് തീരുമാനിക്കാനുള്ളൊരു പവർ ഇപ്പം ഉണ്ട്.
ആ ഒരു സൂപ്പർ പവർ ഇപ്പോൾ യൂസ് ചെയ്യണം. എന്താണ് നിങ്ങൾക്ക് ആവേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് ഫിഗർ ഔട്ട് ചെയ്യുക. അത് എക്സാക്റ്റായിട്ട് എന്താണെന്നുള്ളത് തീരുമാനിച്ചൊരു ഒരു ഒരു പോയിന്റ് ആക്കി വെക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിളിൽ US ഇന്ന മൈക്രോസോഫ്റ്റിൽ ഇന്ന ഏജിൽ ഇന്ന എക്സ്പീരിയൻസിൽ എനിക്ക് ജോയിൻ ചെയ്യണം. അതൊരു ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള പോയിന്റ്, ഒരു ബ്രോഡല്ല, ഒരു പിൻ പോയിന്റ് ആയിട്ടുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം വെക്കുക. എന്നിട്ട് അവിടേക്ക് എത്താൻ ഏത് കോളേജ്, ആ കോളേജിലേക്ക് എത്താൻ ഏത് സ്കൂൾ, അങ്ങനെ ആലോചിച്ച് പോയി കഴിഞ്ഞാൽ കറക്റ്റ് ഒരു പ്ലാൻ ഉണ്ടാവും, ഒരു പാത്ത് ഉണ്ടാവും. അതിനെ ഫോളോ ചെയ്ത് പോയാൽ മാത്രം മതി. അപ്പോൾ ഇപ്പം ഉള്ള ഈ ഒരു സൂപ്പർ പവർ നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ള സാധനമാണ്. അതാണ് പറയാനുള്ളത്. ഓക്കെ, ഏതായാലും നല്ലൊരു സെഷനായിരുന്നു. നല്ലൊരു അഭിപ്രായം അതേപോലെ ഈ ഒരു സെഷനെ കുറിച്ച് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പിന്നെ പുതിയൊരു ഇന്നോവേറ്ററാണ്, അതേപോലെ വളർന്നു വരുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും എന്ത് ചെയ്യുക, അഫാൻ ഉണ്ടാവണം. അതോടൊപ്പം നിങ്ങളും എന്ത് ചെയ്യണം, ഇതേപോലെ പുതിയ പുതിയ ഇന്നോവേഷൻസ്, പുതിയ പുതിയ ഐഡിയാസ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തിങ്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും. പക്ഷേ ആ തിങ്ക് ചെയ്യുന്നതിന് എന്ത് ചെയ്യണം, അതിനൊരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് അതല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഉപകാരമുള്ള ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് എന്ത് ചെയ്യണം, മാറ്റണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഏതായാലും ഈ ഒരു സെഷൻ വളരെയധികം ഭംഗിയോടുകൂടി കേട്ടു നിന്നിട്ടുള്ള സദസ്സിന് കൃതജ്ഞത അറിയിക്കുകയാണ്.